നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചെറിയമ്മേ, അവളെ നിസ്സാരക്കാരിയല്ല. കക്കാനും നിൽക്കാനും ഒക്കെ ഉള്ള തന്ത്രം അവൾക്ക് അറിയാം. എത്രയും പെട്ടെന്ന് അവളെ പൂട്ടിയേ പറ്റൂ. അതെ, എനിക്കുള്ള വാണിംഗ് അമ്മ തന്നു കഴിഞ്ഞു. ഇവിടുന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കൽപ്പന എന്താന്ന് വെച്ചാ ചെയ്തു. താനൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരാളോട് സെന്റിമെന്റ്സ് കാണിക്കണ്ട. നമുക്ക് ജയിക്കണം. നമുക്കെല്ലാം പിടിച്ചടക്കണം. ഞാൻ പിടിച്ചടക്കിയിരിക്കും. ഈ കുടുംബം ഞാൻ പിടിച്ചടക്കിയിരിക്കും. പിടിച്ചടക്കുക എന്ന് പറഞ്ഞാലേ സ്നേഹം കൊണ്ടും ത്യാഗം കൊണ്ടും പിടിച്ചടക്കുക എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നീന, ഇത്രയും അന്തസ്സുള്ള ഒരു തറവാട്ടിലേക്ക് വന്ന് കയറിയത് എത്രയോ ജന്മത്തിന്റെ പുണ്യമാണ്. ഈ സ്നേഹിച്ച് കൊല്ലാന്നൊക്കെ പറയില്ലേ, അതുപോലെയാ ഇവിടെയുള്ളവരുടെ തീരുമാനം. വരുണിന്റെ അച്ഛൻ, അമ്മ, ഏട്ടൻ അവരൊക്കെ സ്നേഹം കൊണ്ട് നമ്മളെ അങ്ങ് അതിശയിപ്പിക്കും. പിന്നെ നീന, വരുണിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട്. വരുണിന്റെ മുത്തശ്ശി. മുത്തശ്ശിയെ കുറിച്ച് എന്താ പറയാ, ഒരു ദേവതയെ പോലെ. ഞാനും മരണം തമ്മിൽ സംസാരിച്ചപ്പോഴൊക്കെ വരുൺ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മുത്തശ്ശിയെ കുറിച്ചാ. അതൊക്കെ മുത്തശ്ശിയെ കണ്ട നിമിഷം വരുൺ പറഞ്ഞതൊന്നും തെറ്റല്ലെന്ന് എനിക്ക് ബോധ്യമായി. സത്യം പറഞ്ഞാല് പൂജമുറിയിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പോലും തോന്നാറില്ല എനിക്ക്. മുത്തശ്ശിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചാൽ മതി അതിന് പകരമായിട്ട്. അതെ, സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല. എനിക്കിവിടെ ജോലിയുണ്ട് നീന. ഞാൻ നിന്നെ പിന്നെ വിളിച്ചാളാം. മുത്തശ്ശി, അത് എൻ്റെ ഒരു കൂട്ടുകാരി ദുബായിലാ. അവളാ വിളിച്ചത്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ അതൊക്കെ പറയുമായിരുന്നു. മുത്തശ്ശി എന്താ വന്നേ? ഏയ്, ഒന്നുമില്ല മോളെ. മോള് പൊയ്ക്കോ. കൽപ്പന, ഇതാണോ നീ പറഞ്ഞേ? ഈ കുടുംബത്തെ കുറിച്ച് എത്ര അഭിമാനത്തോടെ ആ കുട്ടി പറഞ്ഞേ. ഇവിടെയുള്ള ഓരോരുത്തരെ കുറിച്ചും അവളുടെ അഭിപ്രായം എന്താണെന്ന് കേട്ടോ നീ? മുത്തശ്ശി, ഇതൊന്നും അല്ല അവള് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് നമ്മളെ കണ്ടതുകൊണ്ട് അവള് കരുതി കൂട്ടി മാറ്റി പറഞ്ഞതാ. മിണ്ടിപ്പോവരുത്. കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു. ഈ വക കാര്യങ്ങൾ പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ. ഉർവശി, ഏത് കാര്യത്തിനും നീ അവക്ക് കൂട്ടു നിൽക്കുന്നത്. നീ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് ഞാൻ പരമേശ്വരനോട് പറഞ്ഞാലുണ്ടല്ലോ. എല്ലാവരും ഇവിടുന്ന് ചിലപ്പോ ഇറങ്ങേണ്ടി വരും. കേട്ടല്ലോ? അവളെ വിമർശിക്കാനല്ല നടക്കേണ്ടത്. അവൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പഠിക്കാൻ നോക്കും. എന്നിട്ട് അത് ജീവിതത്തിൽ പകർത്താൻ നോക്കും. ചെറിയമ്മേ, അവളെ നിസ്സാരക്കാരിയല്ല. കക്കാനും നിൽക്കാനും ഒക്കെ ഉള്ള തന്ത്രം അവൾക്ക് അറിയാം.
എത്രയും പെട്ടെന്ന് നമ്മൾ കൂട്ടിയേ പറ്റൂ. അതെ, എനിക്കുള്ള വാണിംഗ് അമ്മ തന്നു കഴിഞ്ഞു. ഇവിടുന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കൽപ്പന എന്താന്ന് വെച്ചാ ചെയ്തു. ചെയ്യും. ഒന്നും വിട്ടുകൊടുക്കില്ല ഞാൻ. ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാ. ശരിക്ക് പറഞ്ഞ കണിമംഗലത്ത് നമുക്ക് രണ്ടുപേർക്കും ഒരേ അവകാശമല്ലേ ഏട്ടത്തി? പിന്നെന്തിനാ എന്നെ ചെറുതാക്കി കാണിക്കാൻ ഏട്ടത്തിക്ക് ഇത്ര നിർബന്ധം? എന്നോട് മത്സരിക്കാൻ ഇറങ്ങിയ ഏട്ടത്തി കുറച്ച് ബുദ്ധിമുട്ടും. ഇതുവരെ കണ്ട പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.